കാഞ്ഞങ്ങാട്ടെ BSNL സ്റ്റോർ റൂമിൽ കവർച്ച. മുറിയുടെ വാതിൽ തകർത്ത് അകത്ത് കടന്ന കള്ളന്മാർ 15 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധന സാമഗ്രികളാണ് കടത്തിക്കൊണ്ടുപോയത്. സംഭവത്തിൽ ഹൊസ്ദുർഗ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിന് സമീപം മാവുങ്കാൽ രാംനഗർ റോഡരികിലുള്ള BSNL മൊബൈൽ ടവർ സൈറ്റിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിലാണ് കവർച്ച നടന്നത്. മുറിയുടെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്ത് കടന്ന കള്ളന്മാർ 4G ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. മോഷ്ടിക്കപ്പെട്ട മുതലുകൾക്ക് 15 ലക്ഷത്തിലേറെ രൂപ വില വരുമെന്നാണ് കാഞ്ഞങ്ങാട് BSNL മൊബൈൽ സർവീസ് സബ് ഡിവിഷണൽ എഞ്ചിനീയർ ടി ഷിനീദ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പരാതിയിൽ തന്നെയാണ് സംഭവത്തിൽ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തിട്ടുള്ളതും. കോപ്പർ കേബിളുകളാണ് പല സൈസുള്ളത്. അതായത് ഇതിനൊക്കെ പവർ കൊടുക്കണം. അപ്പോൾ ഈ പവർ കൊടുക്കണമെങ്കിൽ അതിന് താഴെ നിന്ന് പവർ മുകളിൽ വരെ എത്തണം, ആൻറ്റിന വരെ. അതിൻ്റെ ഉള്ള കേബിള് പിന്നെ എർത്ത് ചെയ്യണം. ടവറിൻ്റെ അത് നീളം കുറവാണ്. എർത്ത് കേബിള് പിന്നെ ജമ്പർ കേബിളൊക്കെ ഇതിൻ്റെ ആൻറ്റിനയിലേക്ക് കണക്ട് ചെയ്യുന്ന RF-ആയി കഴിഞ്ഞാൽ റേഡിയേഷൻ അങ്ങനെ പോകാൻ വേണ്ടി പുറത്ത് ടവറിന് ഉള്ളിൽ കോപ്പർ അയക്കണം. അന്വേഷണ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ SI അനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും കൂടെയെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇപ്പോൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിഞ്ഞ ജൂലൈ 27-നാണ് ഈ സ്റ്റോർ റൂമിൽ എത്തിച്ചത്. 30-ന് ഇവ സ്ഥാപിക്കാനായി ജീവനക്കാരെത്തിയപ്പോഴാണ് കവർച്ച നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. സൈറ്റിൽ CCTV ഇല്ലാത്തതും കള്ളന്മാർക്ക് അനുഗ്രഹമായി. എന്തായാലും പ്രദേശത്തെ മറ്റ് കടകളിലെയും സ്ഥാപനങ്ങളിലെയും CCTVകൾ അടക്കം പരിശോധിച്ചായിരിക്കും പോലീസ് അന്വേഷണം മുന്നോട്ടു പോവുക. ഏതാണ്ട് 1 മാസം മുമ്പ് ഉദുമ പള്ളത്തെ BSNL ഓഫീസിലും ഇതിന് സമാനമായ കവർച്ച നടന്നിരുന്നു. അതേ സംഘമാണോ ഇവിടെയും എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.